അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു വലിയ ചക്കത്തോട്ടത്തിലാണ്. അതിൻ്റെ സൈഡിൽ റബ്ബർ മരമൊക്കെ ഉണ്ട്. ഭയങ്കര വലിയ തോട്ടങ്ങളായി എന്തും നോക്കിയാൽ. അപ്പം എൻട്രൻസ് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പോകും കേട്ടോ. ഇവിടെ ചക്ക മാത്രമല്ല, റംബുട്ടാൻ മുതൽ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. കുറേ ഏക്കർ കണക്കിന് 8-10 ഏക്കറിലാണ് അത് കിടക്കുന്നത്. മുഴുവൻ കവർ ചെയ്യാൻ നമുക്ക് നടക്കാനൊന്നും പറ്റുമൊന്നുമില്ല. പിന്നെ വണ്ടിക്ക് പോകേണ്ടി വരും. അതിപ്പോൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കിട്ടില്ല. അപ്പോൾ അത് കാരണം നമ്മൾ ഇപ്പോൾ കുറച്ച് സ്ഥലത്ത് നമ്മൾ കാണാമെന്ന് വിചാരിച്ചു. ഇതെന്ന് വെച്ചാൽ വിയറ്റ്നാം ഏർലി എന്ന് പറയുന്ന ഒരു വർഗ്ഗം പ്ലാവുണ്ടല്ലോ, ആ പ്ലാവാണ് ഈ നട്ടിട്ടുള്ളത്. വാരം കോരിയിട്ട് പണ്ട് നമ്മളെ വീടുകളിലൊക്കെ കൊള്ളി നടാൻ വേണ്ടി വാരം കോരി കണ്ടിട്ടുണ്ട്. അതുപോലെ ശരിക്കും പറഞ്ഞാൽ അത്രയും ഇത് മതി ഇതിന്. കാരണം ഈ പ്ലാവിന് അധികം വണ്ണില്ല. ഒരു അടക്കാമരത്തിൻ്റെ വണ്ണം പോലും ചില പ്ലാവുകൾക്കില്ല. കാഴ്ച എടുക്കുന്ന നോക്കിയേ, ഹൗ വല്ലാത്ത ജാതി. ഇപ്പം എല്ലാവർക്കും ഇഷ്ടമായില്ലേ? പിന്നെന്താണെന്നറിയോ, ഇവിടെ വന്നപ്പോൾ ഭയങ്കര പഴുത്ത മണം, പഴുത്ത ചക്കേൻ്റെ മണം. അപ്പോൾ എവിടെന്നെങ്കിലും ഒരെണ്ണം പഴുത്ത് കിട്ടിയില്ലെങ്കിൽ ഇവിടെ പച്ചച്ചക്ക തിന്നണ അവസ്ഥയിലേക്കാണ് നിൽക്കുന്നത്. അയ്യോ എന്തോരം ചക്കയാന്ന് നോക്കിയേ. അതിൻ്റെ ഉള്ളിൽ കണ്ട കഷ്ടം. ഒരു ചക്ക കഷ്ടകാലത്തിന് പോയിട്ട് ഒരു തണ്ടുമ്മ കഴിച്ചു. ആ തണ്ടിൻ്റെ ഒരു ഗതികേട്. ഇത് നിലത്തണ്ട. പക്ഷെ കണ്ട, ഒരു ചക്കയെ കഴിച്ചുള്ളൂ, ആ തണ്ടൊടിയാനായി. കണ്ട ഈ അവസ്ഥയിലായി. ഒരു എന്താ പറയുക, ഒരു കുഞ്ഞു ചില്ലമ്മ പോയിട്ട് കഴിച്ചപ്പോഴത്തേനും ആ തണ്ടൊടിയാനായി. അത്രയും ആവുന്നില്ല, അത്രയും വലുപ്പില്ല, കുഞ്ഞു പ്ലാവുകളാണ്. അപ്പം നമ്മൾ ഈ ക്യാമറ പിടിച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു ഹൈറ്റാണ്. ആ ഹൈറ്റിൽ തന്നെ ഒരു പ്ലാവ് മുഴുവൻ കാണാമെന്നുണ്ടെങ്കിൽ ആ പ്ലാവിന് എത്ര ഹൈറ്റ് ഉണ്ടാവും? നമ്മളുടെ ഓരോരുത്തർ അതുമ്മ പോയി തട്ടി നോക്കാൻ നിൽക്കല്ലേ. ഷോ കണ്ട, അത് പൊട്ടി വീഴും, ആ തണ്ടൊടിഞ്ഞ് വീഴും അത്. അങ്ങനെ ഒരുപാട് ചക്കൾ കണ്ട, കുഞ്ഞു തൈ പോലെയുള്ള എമ്മല് കണ്ട, കുഞ്ഞു തൈ പോലെ. എന്നിട്ട് അതുമ്മല് കാഴ്ചയെടുക്കുന്ന നോക്കിയേ. പിന്നെ ഇതിന് ഉപയോഗിച്ച് ഡ്രിപ്പ് ഇറിഗേഷനാണ് കേട്ടോ. കാരണം ഫുൾ വെള്ളം അടിച്ചിട്ട് എത്തൂലല്ലോ. അതുപോലെ തന്നെ ഇവരോട് നമ്മൾ വളം ചോദിച്ചു. ഇത്രയും ചക്കൊക്കെ കഴിച്ചിട്ട് ഒരെണ്ണം പഴുത്ത് ചീഞ്ഞു, കഷ്ടം. അപ്പം നമ്മളിതിൽ വളം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്താണെന്നറിയോ, ചാണകം, പിണ്ണാക്ക്, ചാണപ്പൊടി മുതൽ ഡ്രമ്മിൽ ഇട്ട് വെച്ചിട്ട് ശർക്കരയും കൂടി ഇട്ട് വെച്ചിട്ട് 21 ദിവസമോ 41 ദിവസമോ കഴിയുമ്പോൾ അതെടുത്തിട്ട് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് തളിക്കുന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ കാഴ്ച എടുക്കണ അംഗം നോക്കി, എല്ലാ 365 ദിവസവും ഇവിടുന്ന് ചക്ക കിട്ടും. എല്ലാ ആഴ്ചയിലും 1000 കിലോ ചക്ക വരെ എല്ലാ ആഴ്ചയിലും ഇവിടെ നിന്ന് പോകുന്നുണ്ടെന്നാണ് പറയണത്. അതിന് 1000 കിലോ ചക്ക പോണേലും അധികം ഇവിടെ ചീഞ്ഞും പോകുന്നുണ്ട്. ഇത് പഴുത്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ചീയൽ തുടങ്ങും. അതാണ് ഈ ചക്കയുടെ ഇത്. അപ്പം അതുകൊണ്ട് ഒരാഴ്ചക്ക് ശേഷം, ഒരാഴ്ച ഇപ്പോൾ വിളവെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം ചക്ക പഴുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എടുക്കാതെ പോവുകയോ മനസ്സിലാവാതെ പോവുകയൊക്കെ ചെയ്യുമ്പോഴവിടെ കിടന്ന് പഴുത്തങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരാഴ്ചക്ക് ഇതാവും. അങ്ങനെ നമ്മൾ റംബുട്ടാൻ്റെ അടുത്തെത്തി. റംബുട്ടാനും മറ്റു ഫ്രൂട്ട്സിൻ്റെ അടുത്തേക്ക് പോകില്ല. കാരണം റംബുട്ടാനൊന്നും പഴുത്തിട്ടില്ല. പഴുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ചറപറ പൊട്ടിച്ച് നമ്മളിപ്പോൾ ഇവിടെ സഞ്ചിയിലാക്കൽ കഴിഞ്ഞാൽ ചെയ്തില്ല. ഇനി നമുക്ക് കുറച്ച് ചക്കകൾ പൊട്ടിക്കട്ടെ. പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അർബാന അവിടെ നിന്ന് എടുത്തോളൂ. അർബാന എടുത്തിട്ട് ഓരോ ചക്കകളും നമുക്ക് ആവശ്യമുള്ള പച്ചയും പഴുത്തതുമായിട്ട് കുറേ നമുക്ക് എടുക്കണം. അങ്ങനെ കണ്ട, കുറച്ച് പൊക്കത്ത് കഴിച്ചിട്ടുള്ള, അതും തടിമലേ കഴിച്ചിട്ടുള്ളൂ. തണ്ടുമലായ ആ തണ്ടിൻ്റെ ഗതികേടാണ്. ഇത് ഒരുപാട് സ്ഥലമുണ്ട്. നടന്ന് നമുക്ക് അത്രയും വഴി എത്താൻ പറ്റില്ല. ഒരിക്കലും നമുക്കിത് കംപ്ലീറ്റ് ചെയ്ത് നടന്നെത്തൂല. അകലേന്ന് നിങ്ങൾക്ക് ഇത്രയും കാണിച്ചു തരാനേ എനിക്ക് പറ്റുള്ളൂ. നടക്കാൻ പോയി കഴിഞ്ഞാൽ അതിനുള്ള നേരെ ഉണ്ടാവുള്ളൂ. എന്നാലും കുറേ എണ്ണമൊക്കെ ഇങ്ങനെ കഴിച്ചെടുക്കണാകുമ്പോൾ ഒരു ഇഷ്ടം തോന്നുമ്പോഴാണ് കുറേ വീഡിയോസ് എടുക്കുന്നത്. കണ്ട, പഴുത്തു മണം വന്നു, പഴുത്തു. അത് പൊട്ടിച്ചോ. ഇവിടെ ഒക്കെ കുറേ കിടക്കുന്നുണ്ട്. നമുക്ക് ഇവന്മാരിൽ മൂത്തിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കാം. ഓ, ഇതിലൊരുത്തം മൂത്തിട്ടുണ്ട്, അവനെ തട്ടിക്കോ. കണ്ട, ഇവിടെ ഒക്കെ ഇഷ്ടം പോലെ. ഇപ്പോൾ ഒരു വാരയിൽ തന്നെ ഒരറ്റത്ത് നോക്കണമെങ്കിൽ 10-20 പ്ലാവ് നട്ടിട്ടുണ്ട് അവർ. അത് ഒരറ്റം പിടിച്ച് ഒരറ്റം വരെയുണ്ട്. അപ്പോൾ ഒരു വരിയിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു 50 എണ്ണെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നട്ടിട്ടുണ്ട്. ഇതും പഴുത്തിട്ടുണ്ട്. ഇതും പൊട്ടിച്ചു.
ഓക്കെ, അങ്ങനെ കുറേ നട്ടു വെച്ചിട്ടുണ്ട്, ഒരുപാട് നട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ, അത് മണ്ണ് ഭാഗത്ത് കിടന്നു കഴിഞ്ഞാലേ ചില ചക്കക്ക് ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂപ്പായത്. അപ്പം എന്താണെന്ന് ചോദിച്ചു. അപ്പം എന്താണെന്നറിയോ, മണ്ണിൽ കുറേ ഉണ്ട്, എന്തോരാന്ന് നോക്കിയേ. ആ പ്ലാവിൻ്റെ വണ്ണം നോക്ക്, അതാണ്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് വേരുമല്ല, മണ്ണിൽ നിന്ന് മുളച്ച് വരികയെന്ന് തോന്നുന്നു. അതേപോലെയാണ് ചക്കയുടെ കായ്ക്കൽ. എന്താ അഹങ്കാരം നോക്കിയേ. ദേ ഇവന്മാർ ആകെ 2-3 മുകളിൽ കായ്ച്ചു വെച്ചിട്ടുണ്ട്. അതേ മുകളിൽ കുറേ ഉണ്ട് കേട്ടാ. ഇവനാൾ പൊളിയാട്ടാ. അത് മറ്റുള്ളവരെക്കാൾ ഇത്തിരി കൂടി ഒരു വണ്ണം വെച്ച് ഇത്തിരി കൂടി ആവതുള്ളവനാണ്. അതുകൊണ്ടാണ് ആ മേലെ പോയി കഴിച്ചിട്ടുള്ളത്. കണ്ടോ, ആ അറ്റം വരെ നടക്കണം. ഏകദേശം ഒരു 1/2 കിലോമീറ്ററെങ്കിലും ആ അറ്റം വരെ നടക്കാനുണ്ട്. അറ്റം കാണുന്നില്ല, അവിടെ നിന്ന് വളഞ്ഞു പോകുന്ന കാരണം. ഒരുപാട് നമുക്ക് നടന്ന് അവിടം വരെ എത്താൻ നമുക്ക് പറ്റില്ല. വണ്ടി എടുക്കായിരുന്നെങ്കിൽ വണ്ടി ഓടിച്ചു പോവാം. വലിയ ലോറികളൊക്കെ ഇതിലേ വരും എന്നാണ് ചേച്ചി നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ നോക്കി നടത്തുന്ന ഒരു ചേട്ടനും ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടനൊന്നും ഇപ്പം ഇല്ല. ഇപ്പോൾ ചേച്ചിയാണ് നമുക്ക് ഇവിടെയൊക്കെ തുറന്ന് തന്ന് ഗേറ്റൊക്കെ തുറന്നൊന്ന് ഹെൽപ്പ് ചെയ്ത്. അർബാന വന്നിട്ടുണ്ട്, നമ്മളെ ചക്കകൾ കൊണ്ടുപോകാൻ അർബാന വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി നോക്കണം, മൂത്തത് കുറേ വേണം. കുറച്ച് ദിവസം മുമ്പ് നമുക്ക് കുറേ ചക്കകൾ നമ്മൾ അന്വേഷിച്ച് നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കാൻ. അന്നൊന്നും കിട്ടിയില്ല. ഇന്നിപ്പോഴാണ് നമ്മളിത് കാണുന്നത്. ഇങ്ങനെ കേട്ടപ്പോൾ നമ്മൾ വേഗം വന്ന്. ഈ സ്ഥലത്തിൻ്റെ പേരെന്താണെന്നറിയില്ല. ഒരു പ്ലാവ് കുറേ ചക്ക കഴിച്ചിട്ടുണ്ട് അല്ലേ, എന്തോരാന്ന് നോക്കിയേ. അയ്യോ, പഴുത്ത് ചീഞ്ഞു പോയിരിക്കുക. അയ്യോ കഷ്ടം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു തന്ന ചില പ്ലാവിൻ്റെ ചോട്ടിൽ ചക്കയുടെ അടിയിൽ ഷീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറയാ, അങ്ങനെ ഷീറ്റ് ഇട്ടില്ല, മണ്ണിലാണത് കിടക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ചക്കയമ്മ കരിമ്പനടിച്ച പോലെ ആവുമെന്ന്. ചിലപ്പോൾ കയ്പും വരും. അങ്ങനത്തെ ചക്ക അമ്മ കഴിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ പ്ലാവ് മാത്രമല്ല, ഇടയ്ക്കൊക്കെ ഒരേ മാവുകളുണ്ട്, വെറൈറ്റി ഐറ്റംസ് മാവുകളുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ ആ അറ്റം വരെ പോകാൻ വയ്യ. നല്ല വെയിലാണ്, നല്ല ചൂടാണ്, നല്ല എത്രയോ 38 ഡിഗ്രി 40 ഡിഗ്രി ഒന്ന് ചൂട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചൂടുണ്ട് നല്ല. അപ്പം അങ്ങോട്ട് പോകാനുള്ളതൊന്നുമില്ല. അപ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിലായിട്ടൊരു കെട്ടിടം എന്ന് വെച്ചാൽ ഇവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനും പറമ്പിലേക്ക് നനയ്ക്കാനും അതിന് വളമിടാനുള്ള കുറേ ഐറ്റംസ് എടുത്ത് വയ്ക്കാൻ വേണ്ടിയായിട്ടുള്ള ഒരു കെട്ടിടമാണ് ആ പണിതിട്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നടുക്കായിട്ടൊരു വലിയ കുളമുണ്ട് കേട്ടോ. ചുറ്റും ഇവിടെയൊക്കെ അതൊക്കെ ഉണ്ട്. പൊക്കത്ത് ഈ സ്ഥലത്തൊക്കെ ഫ്രൂട്ട്സാണ്, റംബുട്ടാനും ഫ്രൂട്ട്സുമാണ്. കുളത്തിൽ നിറച്ച് മീനാണ്. ഭയങ്കര വലിയ കുള, പേടിയാണ് കാണുമ്പോൾ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ അഭിപ്രായം കമൻ്റായിട്ട് പറയുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനൊക്കെ പുറമെ നമുക്ക് വാഴത്തോട്ടുണ്ട് കേട്ടോ. ഒരു സൈഡിൽ വാഴത്തോട്ടുണ്ട്, പല ജാതി വാഴകൾ, നേന്ത്രവാഴകൾ, റോസ് പൂ, എല്ലാ സൈസ് വാഴകളും ഉണ്ട്. കദളിപ്പഴമുണ്ട്. ഇതേ ഒരെണ്ണം കൊലച്ച് നമ്മൾ തൊട്ടടുത്ത് നിൽക്കണം. അതേപോലെ തന്നെ ഈ ഭാഗത്തും ചുറ്റും പ്ലാവുകളുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്